പി വി അൻവറിനെ പിണറായി വിജയൻ ഒതുക്കിയോ? പിണറായി വിജയനെ ഇന്ന് പി വി അൻവർ ഉച്ചയ്ക്ക് കണ്ടിരുന്നു. പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് പറഞ്ഞു. തൻ്റെ ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു, ആരോപണങ്ങളെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി എന്നൊക്കെയാണ് പി വി അൻവർ പുറത്തു വന്ന് സംസാരിച്ചത് മാധ്യമങ്ങളോട്. പി വി അൻവറിനെ പിണറായി വിലങ്ങ് വെച്ച് പൂട്ടി എന്ന് വേണം പറയാൻ. പി വി അൻവർ ഇനി യാതൊരു പരസ്യ പ്രസ്താവനയ്ക്കുമില്ല. തൻ്റെ ആരോപണങ്ങൾ കഴിഞ്ഞു. തൻ്റെ ആവനാഴിയിലെ ഒന്നാം ഘട്ട അമ്പ് മുഴുവൻ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് മുഖ്യമന്ത്രിയും പോലീസും അതുപോലെ തന്നെ പാർട്ടിയുമൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പോലീസിലെ പുഴുക്കുത്തുകളെയാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചിലർ ഇങ്ങനെ ദുഷ്ടരുമായി ചില അവിശുദ്ധ ബാന്ധവം പുലർത്തുന്നുണ്ട്. അത് പോലീസിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു. പോലീസിൻ്റെ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾ സർക്കാരിന് എതിരെ തിരിയുന്ന ആരോപണമുണ്ട്. മലപ്പുറത്തെ മുൻ SP സുജിത് ദാസിൻ്റെ കാലത്ത് അവിടെ നിന്ന് മരം മുറിച്ച് കടത്തിയത് മുതലുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത്. സുജിത് ദാസിനെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. DGPയോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ADGP MR അജിത് കുമാർ ഇപ്പോഴും തലസ്ഥാനത്ത് തുടരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയാണ്. സുപ്രധാനമായ പോസ്റ്റാണ്. ആ പോസ്റ്റിൽ അദ്ദേഹം തുടരുമ്പോഴാണ് അദ്ദേഹത്തെക്കാൾ റാങ്ക് കുറഞ്ഞ ആളുകൾ DGPയുടെ നേതൃത്വത്തിൽ ഈ സംഭവങ്ങൾ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ആരോപണങ്ങളിൽ അൻവർ മുനെ തൊടുത്തുവിട്ടത് സ്വർണ്ണക്കടത്തുകാരുമായി ADGPക്കുള്ള ബന്ധമാണ്, അവിശുദ്ധ ബാന്ധവം. ADGPയുടെ ബന്ധുക്കൾക്ക് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ട്. അങ്ങനെയാണ് ഇത്രയധികം പണം ADGPക്ക് വന്നു ചേരുന്നത് എന്നാണ്. പിന്നെ ഒരു ഓൺലൈൻ ചാനലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ 1.5 കോടി രൂപ MR അജിത് കുമാർ കൈപ്പറ്റിയെന്ന ഒരു ആരോപണമുണ്ട്. അങ്ങനെ MR അജിത് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിരവധി ആരോപണങ്ങൾ ഒക്കെ മുഖ്യമന്ത്രി എഴുതി കൊടുക്കാൻ പറഞ്ഞു. അതെല്ലാം അൻവർ അതുപോലെ അനുസരണയുള്ള കുട്ടിയായി എഴുതി കൊടുത്തു. മുമ്പ് PC ജോർജ് ഇതുപോലെയായിരുന്നു. PC ജോർജ് കണ്ണിൽ കണ്ടതിനെയൊക്കെ എതിർത്ത് മുണ്ടും മടക്കി കുത്തി നടന്ന ആളാണ്. തോക്കുമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പി വി അൻവർ തോക്ക് ലൈസൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തോക്ക് കൂടി ആകുമ്പോൾ ഏകദേശം PC ജോർജ് ജൂനിയർ അല്ലെങ്കിൽ PC ജോർജിൻ്റെ പകരക്കാരനായി പി വി അൻവർ മാറും, അല്ലെങ്കിൽ മാറിയേക്കുമെന്ന് നമുക്ക് തീർച്ചയായും സംശയിക്കാം. ഏതായാലും മുഖ്യമന്ത്രിയെ കണ്ടു. ഇനി പാർട്ടി നേതൃത്വത്തെ കാണണമെന്നാണ് പി വി അൻവറിൻ്റെ ആഗ്രഹം. അതും നടക്കും. MV ഗോവിന്ദൻ മാസ്റ്ററുമായും പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അങ്ങനെ വരുമ്പോൾ പാർട്ടിയും സർക്കാരുമാണ്, മുഖ്യമന്ത്രിയുമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. താനല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തൻ്റെ പിന്നിൽ CPM ആണെന്നുള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിൽ യാതൊരു കഴമ്പുമില്ല. തൻ്റെ പിന്നിൽ സർവശക്തനായ ദൈവം മാത്രമാണെന്നും ഇന്ന് മാധ്യമങ്ങളോട് പി വി അൻവർ പറഞ്ഞു. ചുരുക്കത്തിൽ പി വി അൻവർ പതിയെ കൈകഴുകി. തൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞുവെന്നാണ്. P ശശിക്കെതിരെയും ADGP MR അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും ഒക്കെയുള്ള ആരോപണം ഉന്നയിച്ചിട്ട് പി വി അൻവർ നൈസായിട്ടങ്ങ് മാറി. ഇതെന്തിന്? ഒരുപക്ഷെങ്കിൽ സർക്കാരിനെ മുഖം രക്ഷിക്കാൻ മുകേഷ് ഉൾപ്പെടെ MLA ഉൾപ്പെടെ ഉള്ള ആളുകൾ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ പെട്ടു നിൽക്കുമ്പോൾ ആടി ഉലഞ്ഞു നിന്ന സർക്കാരിനെ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ആരോപണമായി, കുറച്ചുകൂടി ലൈംഗിക പീഡനമല്ലല്ലോ, മറ്റ് അവിശുദ്ധ കൂട്ടുകെട്ടും ബന്ധമെന്നൊക്കെയല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ആ വിവാദങ്ങളിൽ ആടി ഉലഞ്ഞ സർക്കാരിനെ രക്ഷിക്കാൻ മറ്റൊരു വിവാദം പി വി അൻവറിനെ കൊണ്ട് ഉന്നയിപ്പിച്ചതാണോ എന്നൊക്കെ സംശയങ്ങളുണ്ട്. ഏതായാലും പി വി അൻവർ ഇതിൽ കൈകഴുകി പന്ത് മുഖ്യമന്ത്രിയുടെ കാൽച്ചുവട്ടിലേക്ക് തട്ടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തട്ടു എന്ന തരത്തിൽ. ഇനി ആര് എവിടെയൊക്കെ ഗോൾ അടിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.